അങ്ങനെ ഫൈനലി അപ്പം ഈദ് മുബാറക്ക് ആയതുകൊണ്ട് നമുക്കിപ്പം 3 ദിവസത്തേക്ക് അവധിയാണ്. അപ്പോൾ രാവിലെ തന്നെ ചെമ്മീൻ തീയലങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചെമ്മീൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് സവാളയാണ്, പിന്നെ കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, നമ്മളെ വെളുത്തുള്ളി, പിന്നെ തക്കാളി മാത്രം അരച്ച് വെച്ചേക്കുക. തക്കാളി അരച്ച് വയ്ക്കുമ്പോഴത്തേക്ക് നല്ല ഗ്രേവി ആയിട്ട് കിട്ടും. പിന്നെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചേക്കുക. നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ശുദ്ധമായ വെളിച്ചെണ്ണയില്ല പൊരിക്കാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഒട്ടുക്കത്തെ തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുക. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം വീഡിയോയിൽ ക്ലിയറായിട്ട്. കണ്ട കുപ്പിയൊക്കെ ഇങ്ങനെ ചതച്ചെടുക്കുക. കറിയൊക്കെ വെന്തു നല്ല ആവി വറക്കുന്നുണ്ട്. ഇത് നമ്മളെ ചമ്പാരി ചോറിൽ ആവി വറക്കുന്നുണ്ട്. നല്ല ചമ്പാരി ചോറ്. ഇത്രയും മതി. ഞാൻ അധികമൊന്നും കഴിക്കാറില്ല. കണ്ടല്ലോ, ഒരു പ്ലേറ്റിൻ്റെ ഫുൾ അത്രേ കഴിക്കാറുള്ളൂ. ഒത്തിരിയൊന്നും ഞാൻ കഴിക്കാറില്ല. എന്നിട്ട് നല്ല കിട്ടുള്ളായിട്ട് വെന്തിരിക്കുന്ന കൊഞ്ചുകൾ അതങ്ങനെ ഇടുക. പ്ലേറ്റ് ഒന്ന് അടുപ്പിച്ച് വയ്ക്കാം, അല്ലെങ്കിൽ തറയിൽ പോകും. ഒരു തുള്ളി പോലും കളയരുത്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിവിടെ ഉണ്ടാക്കുന്നതല്ലേ. കുറച്ച് ഗ്രേവിയൊക്കെ ഇട്ട് ഫോണ് മൊത്തം ആവി അടിച്ച് കയറും. ശ്രദ്ധിച്ചില്ല, ഞാൻ കറി ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കഴിച്ചിട്ട് വരാം. ചെമ്മീനൊക്കെ ആണെങ്കിൽ നല്ല രുചിയുണ്ട്. ആദ്യമേ ഞാൻ ഒരു മസാല തേച്ച് വെച്ചില്ലേ, മസാല തേച്ച് വെച്ചുകൊണ്ട് മസാലയൊക്കെ ചെമ്മീൻ്റെ അകത്ത് ഇറങ്ങി നല്ല രുചിയുണ്ട്. അല്ലെങ്കിൽ ചെമ്മീനിലൊക്കെ ഒരു പച്ച ചുവ വരും. ഇത് അതൊന്നുമില്ല, അത് നല്ല രുചിയുണ്ട്. ഇനിയിപ്പം അവധിയായതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പം നേരെ ഇങ്ങനെ ലാപ്ടോപ്പ് ഓണാക്കുക. ഫസ്റ്റ് കർട്ടൻ ഇട്ടില്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ജനലുണ്ട്, കാണിച്ചു തരാം. ഈ ജനലിൽ കൂടെ ഭയങ്കര വെളിച്ചം. ഇപ്പം നിങ്ങൾ ക്യാമറ കണ്ടില്ലേ, അപ്പോൾ ഇപ്പം നോക്കിക്കേ അത്രയും വെളിച്ചം വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് കർട്ടനൊക്കെ ഇട്ട്, ലാപ്ടോപ്പിനും കൂടെ ചേർത്ത് കർട്ടനൊക്കെ ഇട്ട് നേരെ യൂട്യൂബിൽ പോവുക. ട്രിവാൻഡ്രത്തെ വീഡിയോസൊക്കെ കാണുക. അല്ല പിന്നെ അതെന്ത് പണി, സിറാജിൻ്റെ തന്നെ കൊടുക്കുക. പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ 2-3 ഗൈഡ് നിൽപ്പുണ്ടാവും. അപ്പോൾ അവർ നമുക്ക് ഈ വാട്ടർഫാളിലേക്ക് പോകേണ്ട വഴിയും അതുപോലെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഈ ചെക്ക് പോസ്റ്റിൻ്റെ എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ്. അങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോ ഒക്കെ കണ്ട് കുറച്ച് മിക്സറൊക്കെ തിന്നു. നല്ലൊരു ഈ മിക്സറിൻ്റെ ആണെങ്കിൽ മിക്സിങ് പ്രൊപ്പോർഷൻ ഉണ്ട്. നമ്മൾ മിക്സ് ചെയ്യുന്ന പ്രൊപ്പോർഷനില്ല, മിക്സ്ചർ അടിപൊളിയാവും. ഇത് കറക്റ്റ് പ്രൊപ്പോസ്, എല്ലാം ഈക്വലായിട്ട് നമുക്ക് കിട്ടും. ഭയങ്കര എരിവുണ്ട്, നല്ല കിട്ടുള്ള മിക്സറാണ്. 100 നട്ട്സ് ആൻഡ് സ്വീറ്റ്സ് എന്നാണ് പേര്. സൗദി അറേബ്യ.
നല്ല രസമുണ്ട്. അതുകൊണ്ട് ഞാൻ 2 പാക്കറ്റ് മേടിച്ചുകൊണ്ട് വന്നു. 8/9/2025 വരെ കഴിക്കാം. അതിനു മുമ്പേക്ക് തീരും. ഇത് മാക്സിമം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച, അതിന് മുമ്പ് എല്ലാം തീരും. അങ്ങനെ വീണ്ടും വീഡിയോ കാണാം. നല്ല രസമല്ലേ വീഡിയോ. തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് താഴെ ചെറിയൊരു ഇതുണ്ട്, കാരണം അവിടെ കയറ്റി വിടത്തില്ല. പിന്നെ വീണ്ടും ഉച്ചയായപ്പോഴത്തേക്ക് ചോറും ഇതും എന്നിട്ട് വീഡിയോയും കണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കുക. വേറെന്ത് വേണം? പുറത്തു പോകാന്ന് പറഞ്ഞ് വെളിയിൽ ഇറങ്ങി വന്നത് ഒടുക്കത്തെ ചൂട്. എന്താ ഭയങ്കര ചൂട്. അപ്പം എന്ത് ചെയ്യാ, നൈസായിട്ട് തിരിച്ച് കയറി അകത്ത് പോവാം, പിന്നീട് പോവാം. ഓക്കെ, ഇവിടെ നിർത്താം. ഇത് എന്ത് മരമാണ്? അപ്പോൾ ഒന്നും കൂടെ നമുക്ക് പോയിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും വെളിച്ചമൊക്കെ മീൻസ് വെയിലൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് വരാം. പുറത്തോട്ട് കാണാം. വെയിലിപ്പം കുറച്ച് കുറവുള്ളതായിട്ട് നമുക്കിപ്പോൾ ഇതിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതിപ്പം വേണമെങ്കിൽ ഇപ്പം തന്നെ 5:30. ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി കുറച്ച് നേരം പോയിട്ട് നല്ല ഗോൾഡൻ സൺറൈസിൻ്റെ ഒക്കെ കുറച്ച് വീഡിയോസ്. ഇപ്പം നേരത്തെ അത്രയൊന്നുമില്ല. ഇപ്പോൾ കറക്റ്റ് വെയിലാണ്. നടക്കാൻ പറ്റിയ സമയം. അങ്ങനെ കുറച്ച് നടക്കാം. പക്ഷെ അടുത്ത വലിയ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ട് പോവും. അതായത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കൃഷി ചെയ്യുന്നതൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കൃഷിയൊന്നും ഇല്ലെങ്കിൽ അവിടെ പോയിട്ട് ഒന്നും കാണാൻ പറ്റത്തില്ല, വെറുതെ ആയിപ്പോൾ. പിന്നെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ അവിടെ എപ്പോഴും പോകാറുള്ള സ്ഥലമാണ്. എപ്പോഴും വീഡിയോ അവിടെ നിന്നാണ് എടുക്കുന്നത്. നമുക്ക് ഇന്നൊരു വെറൈറ്റിക്ക് പുതിയ വഴിയോ എല്ലാം കണ്ടുപിടിക്കാം. ഇതൊക്കെ ഇവിടുത്തെ എല്ലാവരും പറയും സൗദി അറേബ്യ ഭയങ്കര മരുഭൂമിയാണ്, ഒന്നുമില്ല. അങ്ങനത്തെ കണ്ടല്ലോ എന്തുമാത്രം പച്ച വൃക്ഷങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് കണ്ട. ഒത്തിരി മരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. വ്യൂ കണ്ടില്ലേ, നല്ല അടിപൊളി ഒരു വ്യൂ ഇവിടുത്തെ. അപ്പുറത്തെ സൈഡിലും കണ്ടില്ലേ, നല്ല രസത്തിൽ ചെടികളൊക്കെ അവന്മാർ കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ റോഡിൽ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും പെരുന്നാളായതുകൊണ്ട് ഇല്ലാത്തതാണെന്ന് തോന്നുന്നു. ഒരു വണ്ടി വരുന്നുണ്ട്. നല്ല അടിപൊളിയല്ലേ. പക്ഷെ ഈ ഫുട്പാത്ത് എന്തിനാ അവന്മാർ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയാത്തത്. നോക്കിക്കേ, ഫുട്പാത്ത് ഇത്രയും നടക്കാനുണ്ട്. ഇത്രയും നടക്കാനുള്ളതിൻ്റെ അത്രയും വീതിക്ക് തന്നെ അവന്മാർ ചെടിയും വളർത്തി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ ഇങ്ങനെ ആൾക്കാർ എങ്ങനെ ഇതിൽ കൂടെ നടന്നു പോകും? അത് റോഡിൽ കൂടെ നടന്നു പോകേണ്ടി വരും. കറക്റ്റ് ഫുട്പാത്തിൽ തന്നെ 0-0. ഇതൊന്ന് ഈ ചെടി കറക്റ്റ് ഇവന്മാരത് സെൻറ്ററിലാണ് വെച്ചേക്കുന്നത്. ഒന്ന് ഇങ്ങറ്റം അല്ലെങ്കിൽ ഇങ്ങറ്റം വെക്കണമായിരുന്നു. ഇത് കണ്ടില്ലേ, നമ്മളെ നാട്ടിലേക്കുള്ള പോലത്തെ സെയിം. ഓടച്ചാലിൽ നല്ല ക്ലിയർ വെള്ളമാണ്. അതിൻ്റെ സൈഡിലെല്ലാം ഇങ്ങനെ പുല്ല് വളർന്നു നിൽക്കുക. ഇത് കണ്ടില്ലേ, ഒരു കാട് പോലെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അകത്തിരിക്കാനുള്ള സെറ്റപ്പാണ്. നല്ല രസമുണ്ട്. നല്ല ചൂട് സമയത്തൊക്കെ വന്നിരിക്കണം, പൊളിയായിരിക്കും. ഇവിടെ അധികം എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഏതെങ്കിലും അറബീസ് ഒന്ന് ചോദിച്ചല്ലോ, ആരടാ നീ എന്നൊക്കെ പറഞ്ഞ് അവർ ഉടക്കിയല്ല. അവർ പറയുന്ന ഭാഷ ഒന്നും മനസ്സിലാകത്തില്ല അതുകൊണ്ട് അധികം വീഡിയോസൊന്നും, ആൾക്കാരുടെ വീഡിയോസ് അങ്ങനെ ഇങ്ങനെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഇവിടെ ഒന്നും ആളില്ല, അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതൊക്കെ എടുക്കുന്നത്. നടന്നൊരു ജംഗ്ഷനിലെത്തി. കണ്ടല്ലേ, നമ്മളിങ്ങോട്ട് വന്നത് ഈ ഒരു വ്യൂവിനാണ്. ഒത്തിരി മീനുണ്ട് ഇതിനകത്ത്, ഒത്തിരി മീനുണ്ട്. മീൻസ് ആൾക്കാരുണ്ടാക്കിയ പാല. ഇതിൻ്റെ മുകളിൽ കയറിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചത് ഇതിനകത്തുള്ള മീനുകൾ. മീനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബടാ മീനൊക്കെ കാണാമല്ലോ.
സ്പൈസി ബ്രോസ്റ്റ്. പോയ വഴികളൊന്നുമേ അല്ല തിരിച്ചു വരുന്നത്. തിരിച്ച് ഏതൊക്കെയോ വഴികളിൽ കൂടെയാണ് വരുന്നത്. ഈ വഴി നല്ല രസമുണ്ട്, അതുകൊണ്ട് ഈ വഴി കൂടെ ഇങ്ങനെ പോവുക. ഒരു വഴിയായിട്ട് ലാസ്റ്റ് എത്തി. ഇതാണ് നമ്മളെ ക്യാമ്പ്. बच्चा है हाँ? बच्चा है तुम? हाँ क्या बच्चा का बच्चा है? इधर अभी देखो बच्चा से ऐसा खेल रहे हाँ? अभी देखो वायरल हो जाएगा वायरल. അപ്പോൾ റൂമെത്തിയത് ഫസ്റ്റ് ഇടാനുള്ളത് എ സിയാണ്. എ സിയുടെ ഈ കോലമൊന്നും കാണണ്ട, പക്ഷേ ഭയങ്കര തണുപ്പാണ്. പിന്നെ ഒന്ന് ഷർട്ടൊക്കെ ഊരിയിട്ട് പണിക്കാർ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികൾ വിശ്വസിക്കുന്നത്. അങ്ങനെ രാത്രി കഴിച്ചു, രാത്രിയായി, ഇങ്ങനെ കിടക്കുന്നു, വീഡിയോ കാണുന്നു. ഇനി ഫുള്ള് വീഡിയോ കാണുക, ഉറങ്ങുക. ഓക്കെ ബൈ ബൈ ഗൈസ്.